നിക്കാഹ് കഴിഞ്ഞാൽ ഒരു കാമുകി ടൈപ്പ് ഒരു അവസ്ഥ ഉണ്ടാവാം, ഒരു പ്രണയാർദ്രമായ കല്യാണം കഴിഞ്ഞാൽ അത് പോയി. ഇയാൾ കാമുകിന്റെ അടുത്ത് ചെന്നു, ഇയാൾ സിഗരറ്റ് വലിക്കുന്ന ആളാണ്. അപ്പോൾ സിഗരറ്റ് വലിന്റെ ആ സ്മെല്ല് പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്കാരെ പറഞ്ഞു, ഇനി നിങ്ങൾ വരുമ്പോൾ ഈ സ്മെല്ല് എനിക്ക് ഇഷ്ടമാണ്, അതൊന്ന് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ വലിയ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ഒരു 4 ദിവസം കഴിഞ്ഞ് ഇയാൾ വരുമ്പോഴത്തേക്കും സിഗരറ്റ് അത്രയും ഇഷ്ടപ്പെട്ട് വലിക്കുന്ന ആളെയാണ്. ആ ആളെന്ത് ചെയ്തു, സിഗരറ്റ് വലിക്കൊന്ന് ഒഴിവാക്കി, സ്മെല്ലൊക്കെ ഒഴിവാക്കിയിട്ട് അത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയുന്നതിൽ ആനന്ദമുണ്ടോ ഇല്ലേ? ഒരു സങ്കടത്തോടാണോ പറയുന്നത്? ഓ, സിഗരറ്റ് വലിയൊക്കെ നിർത്തി, അങ്ങനെയാണോ പറയുന്നത്? അല്ല, സിഗരറ്റ് വലിയൊക്കെ നിർത്തിയിട്ടോ, നീ പറഞ്ഞപ്പോൾ എനിക്കൊരു ലക്ഷ്യമില്ല, ആണോ അല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ട ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിലും ആനന്ദമുണ്ട് ശരിക്കും. അപ്പൊ ഹറാമ് ഒഴിവാക്കുന്നതിൽ നമുക്ക് ആനന്ദം കിട്ടാത്തത് എന്തുകൊണ്ടാന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ എന്തുകൊണ്ടാ ഇഷ്ടം വരാത്തോണ്ട്? ആരോട്? അള്ളാഹ്നോട്. നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ട് പോയില്ലാത്ത ഏതോ രാജ്യത്തുള്ള ഫുട്ബോൾ കളിക്കാരനും ഇഷ്ടം വരാറില്ലേ? അയാൾ നമുക്ക് ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ എല്ലാ സെക്കൻഡിലും ചെയ്തു വരുന്ന അള്ളാഹ്നോട് ഒരു സെക്കൻഡ് പോലും ആ ഒരിടത്ത് ഇഷ്ടം വന്നിട്ടില്ല, നമ്മുടെ പരാജയമാണ്. ആ ഇഷ്ടം വന്നു കഴിഞ്ഞാൽ അള്ളാഹിനോടുള്ള സംസാരത്തിൽ മധുരം വരും. അള്ളാഹിനോടുള്ള സംസാരമാണ് നിസ്കാരം, മനസ്സിലായില്ലേ? എന്നാ ഇഷ്ടം വരുന്നോ ആ ആളുടെ, ഇഷ്ടപ്പെടുന്ന ആളുടെ സംസാരം കേൾക്കാൻ മധുര്യമുണ്ടാകും. അതാണ് ഖുർആൻ. ആ പ്രണയത്തിലെത്ത, റബ്ബോടുള്ള ഇഷ്ടത്തിലെത്തണം. ഇഷ്ടത്തിലെത്താൻ നേരത്തെ പറഞ്ഞ പോലെ പൊരുളുകൾ ഉണ്ടാവില്ല. പൊരുളറിയാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാരമായിട്ട് തോന്നും, അങ്ങനെ തോന്നാം. മറ്റങ്ങനെയല്ല, ഈ ഭക്ഷണം അങ്ങനെ കഴിഞ്ഞാൽ റാഹത്തിൽ നിസ്കരിക്കണം എന്ന് പറയാം. ആ കൂട്ടത്തിൽ അല്ലാതെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാനായിട്ട്.